ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കവിയത്ത്, ഒരു ഷായർ, അയാൾ പാട്ട് പാടും. അന്നത്തെ സമ്പന്നരായ വ്യക്തികളെ സംബന്ധിച്ച് പാട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ സമൂഹത്തിൽ പാട്ട് പാടിയെങ്കിൽ അങ്ങ് കൃഷിയായിട്ട് എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തുകൊണ്ടിരുന്നാൽ ആ സംഭാവന കൊണ്ട് അയാളെ മൈഷത്ത് പോയിട്ടെത്തും. അങ്ങനെ ഇപ്പോൾ വേസായിട്ട് മുന്നത്തെ അയാളെ പാട്ടിലെടുത്തിൽ ബാക്കിയായിട്ട് അയാളെ പാട്ട് ആർക്കും ഇപ്പോൾ വേണ്ട. അയാൾ മൈഷത്ത് ചെമ്മ കഷ്ടമായിട്ട് അയാൾ പറഞ്ഞാൽ ജന്നത്തുൽ ബഖീര മുട്ട പോയിട്ട് രണ്ട് കൈ അള്ളാഹുലേക്ക് ഉയർത്തിത്തു. എന്നിട്ട് ദ്വാർത്ത് പഠിച്ചവനെ, ഈ കാലം മുതൽ എൻ്റെ പാട്ട് കൊണ്ട് എല്ലാവരും ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നാലും എനിക്ക് എന്തെങ്കിലും തന്നിരുന്നാൽ ഇപ്പം എൻ്റെ പാട്ട് ആരും കെയറാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പം എൻ്റെ ജീവന ദുസ്തരായി പോയിരുന്നു, എൻ്റെ മൈഷത്ത് കഷ്ടമായി പോയിരുന്നു ചെന്നിട്ട് അദ്ദേഹം മുൻകൂടെ തുടങ്ങിയെത്തും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇറങ്ങിയിട്ടെത്തു. കിനാവൽ ഒരു വിളിയാളെ കേട്ടെത്തു, എൻ്റെ അടിമ നിങ്ങളെ കാലഘട്ടത്തിൽ നിങ്ങളെ ആടലത്തെ അവധിയിൽ എൻ്റെ അടിമ അതാ മൈഷത്ത് തെരുവിലാണ്ട് കഷ്ടത്തിലായിരുന്നു, അദ്ദേഹത്തെ പോയിട്ടൊന്ന് സഹായക്കറോട് ചെലുത്തു. വിളിയാളെ കേട്ടെത്തു. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് എണിച്ചിട്ട് ജന്നത്തുൽ ബഖീര ഭാഗത്തിലേക്ക് ഓടി വന്നു. കാലിന് ചെരുപ്പില്ല, ധരിക്കും സ്വത്തില്ല, മേലുക ഒരു തട്ട പച്ചുണ്ടായിട്ട് വന്ന് ഈ വ്യക്തി തിരിഞ്ഞു നോക്കുമ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ട് ആറ് ഓടി വന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു ഖലീഫയായിട്ട് ഓടി വന്നേ. അപ്പോൾ ഇദ്ദേഹം പേടിയായിട്ട് എന്തോ നല്ല തപ്പായിട്ടിരിക്കും, അതുകൊണ്ടായിരിക്കും ഉമർ ഓടി വന്നിട്ടുണ്ട്, എന്നെ പിടിക്കും, എന്നെ ശിക്ഷിക്കും. അദ്ദേഹം ഓട തുടങ്ങി. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് നിന്നെ പിടിക്കുമെന്നാ വന്നിട്ടുള്ളല്ല, നിനക്ക് എൻ്റെ കടത്തപ്പെട്ടായിരിക്കും ഞാൻ വന്നിട്ടുണ്ട്. അപ്പം കേട്ടെങ്കിൽ ആരെ കടത്തി, നീ ആരെ പിരിച്ചിട്ടില്ലേ, അയാളെ അദ്ദേഹമായിട്ട് തന്നെ കടത്തിനെ, അള്ളാഹുമായിരിക്കും തന്നെ കടത്തിനേറ്റു. ഉടൻ തന്നെ അദ്ദേഹം അത് കേട്ടപ്പോൾ അദ്ദേഹം സുജൂദിലായിട്ട് പോന്നു. അദ്ദേഹം ചെന്ന് പഠിച്ചവനെ, ഈ കാലം മുതൽ ആരാറെ മദ്ഹ് ചെയ്തിട്ട് ഗുണഗാനാക്കിയത് എൻ്റെ മൈഷത്ത് പോയിട്ട് റബ്ബേ, ഈ പറഞ്ഞാലും നിന്നിലേക്ക് ഒരു കൈ ഉയർത്തിയിരുന്നാണ് എൻ്റെ ആവലാതി എൻ്റെ ബേജാറ് ചെന്നപ്പോൾ സാക്ഷാൽ ഖലീഫയുമേ എൻ്റെ മുട്ട നീ കടത്തിയല്ലേ, നീ എന്തൊരു കരുണാമയ്യായ റബ്ബായിട്ട് കിടയാച്ചെന്ന് അദ്ദേഹം സുജൂദിൽ പോയിട്ടു ഒറ്റൊരു അട്ടഹാസത്തോടു കൂടി അദ്ദേഹത്തെ റൂഹ് പിരിഞ്ഞു പോയിട്ട് എൻ്റെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യവും. അപ്പം അള്ളാഹുയുടെ കാരുണ്യം എത്രമാത്രം അടിമകളെ മേലെ ഇക്കടെ ചെല്ലുന്നു, ഇതൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ട് എന്നാൽ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.